ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനന്തീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാനാണ് വന്നത്. ബ്രെഡും പഴവും രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് വേഗത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കിടിലൻ പലഹാരമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുങ്ങനെ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കുക. അങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇതിങ്ങനെ എല്ലാം ഷേപ്പാക്കി മുറിച്ചിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള മുടിയോ എന്തെങ്കിലും നല്ല വട്ടം എന്തെങ്കിലും എടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൽ നമുക്ക് ഈ 2 ബ്രെഡിൻ്റെ ഉള്ളിൽ പഴം കാണിച്ചു തരാം. പഴം നിറച്ചിട്ട് വെച്ചിട്ട് ഇത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം അങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പാനിലിട്ടിട്ട് ആക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. നമുക്കൊന്ന് പാനിലിട്ടിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഇതിപ്പം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ പഴം ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി വാട്ടിയിട്ടുണ്ട്, നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് നല്ലോണം ഒന്ന് സ്പൂണോട് നല്ലോണം അമർത്തി അത് സോഫ്റ്റാക്കി വെക്കും. ഇതിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് നല്ല സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്കിത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാം. ഞാനിതിലൊന്നും ചേർത്തിട്ടില്ല. ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക ചേർത്ത് നല്ലോണം ഇത് ഇളക്കി നന്നായിട്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഗ്യാസ് വന്ന് താത്തി വെക്കാം. ഇത് ഇനി 2 പീസ് ബ്രെഡിൻ്റെ ഉള്ളിൽ നടുക്ക് വെച്ച് നന്നായിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് പൊരിച്ചെടുക്കണം. ഒരു മുട്ടയും കുറച്ച് മൈദയും കൂട്ടിയിട്ട് ഇതാക്കി വെച്ചാൽ ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് അമർത്തി പിടിച്ചാൽ ഇളകി പോകാണ്ടിരിക്കുക. ഈ ഒരു ബ്രെഡിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി, അധികം ഇടണ്ട. ഇത് ചിലപ്പോൾ പുറത്ത് പോകും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ മേലെ നന്നായിട്ട് ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടേൻ്റെ വെള്ളം എടുത്ത് നന്നായിട്ട് ഇതാക്കി സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒട്ടി നിൽക്കും. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ അധികമായിട്ട് പഴം വെക്കാതെ കുറച്ച് മാത്രം വെച്ച് നല്ല മുട്ടേൻ്റെ വെള്ളം അതിൻ്റെ മേലെയാക്കി നന്നായിട്ട് ഒട്ടി നിൽക്കണം. അല്ലെങ്കിൽ സൈഡിൽ നിന്ന് അത് പുറത്തേക്ക് വരും. അതുകൊണ്ട് നന്നായിട്ട് അമർത്തി ഒട്ടിച്ച് വെക്കുക.
ഞാനിപ്പോൾ 5 ബ്രെഡോളം ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് മാത്രം നെയ്യ്, അധികമൊന്നും വേണ്ട, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി, അധികമൊന്നും വേണ്ട, കുറച്ച് വേണ്ട. നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ബ്രെഡിന് നടുക്ക് പിടിച്ചിട്ട് റോൾ ചെയ്യുക. സൈഡ് മുഴുവനും നല്ലോണം റോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മൊരിയും. എന്നിട്ട് പിന്നെ നല്ലോണം സൈഡിൽ നല്ല ചുവപ്പ് നിറം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 2 ഭാഗവും തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. നടുക്ക് പിടിക്കുന്നത് നമുക്ക് കൈ പൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നടുക്ക് പിടിച്ചിട്ട് റോൾ ചെയ്യുന്നത്. അപ്പോൾ സൈഡെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. അതിന് പിന്നെ തിരിച്ച് മറിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഗ്യാസ് സിമ്മിലാണ്. അപ്പോൾ ഈ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അപ്പുറം ഇപ്പുറം കരിച്ച് കുറച്ച് സ്പീഡാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ബ്രെഡ് ആയതുകൊണ്ട് വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല ചോന്ന് കഴിഞ്ഞാൽ തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരിക്കും. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും, ക്ഷണത്തിൽ ആവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ഹെൽത്ത്. ഇതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഉള്ളിൽ നേന്ത്രപ്പഴവും ഇതെല്ലാം ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ കഴിക്കട്ടെ. ഇത് നല്ല ക്രഞ്ചിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല മൗത്ത് വാട്ടറിങ് റെസിപ്പിയാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.